കഴിഞ്ഞ ലെക്ചറിൻ്റെ ബാക്കിയായിട്ടാണ് സോളാർ ഇലക്ട്രിക് ഫോട്ടോ വോൾട്ടാക് സെൽ. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡിൽ വീടിൻ്റെ മുകളിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന സോളാർ പാനൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സോളാർ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ സെല്ലെന്ന് പറയുന്നത് ആണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോളാർ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ കൺവേർട്ട് ദ സൺലൈറ്റ് ഡയറക്ട്ലി ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ, ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ സിലിക്കൺ ആണ് കേട്ടോ. അപ്പം ഇതിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇതിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നിന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ വേറൊരു മെറ്റൽ വെച്ചിട്ട് അതിനെ കളക്ട് ചെയ്ത് വയറിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രോൺ ഫ്ലോ നടക്കും. അപ്പം ഇതാണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സിലിക്കൺ ഫോട്ടോ വോൾട്ടേക് സെൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്രിസ്റ്റൽ പി ടൈപ്പ് സിലിക്കൺ വിത്ത് സർഫസ് ഓഫ് എൻ ടൈപ്പ് സിലിക്കൺ ആണ്. അതായത് എൻ ടൈപ്പ് സിലിക്കണിൻ്റെ മുകളിൽ ഒരു പി ടൈപ്പ് സിലിക്കൺ, അതായത് ഇങ്ങനെ ഒരു എൻ ടൈപ്പിൻ്റെ മുകളിൽ ഒരു പി ടൈപ്പ് ലെയറായിട്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസും ഹോൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കുറേ സെൽസിൻ്റെ ഒരു പാനലാണിത്. അപ്പോൾ അതിൻ്റെ ഒരു കറണ്ട് കളക്ട് ചെയ്യുന്ന ഒരു പാത്താണ് ഈ കാണിച്ചേക്കുന്നത്. ഇലക്ട്രോൺസ് വെച്ചിട്ട് ഫ്ലോയുടെ ഒരു പാത്താണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12-15% മാത്രമേ ഉള്ളൂ. അപ്പം ലാർജ് നമ്പർ ഓഫ് സെൽസ് യൂസ് ചെയ്തിട്ടാണ് യൂഷ്വലി ഇതിന് ആവശ്യമായിട്ടുള്ളൊരു കറണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ വോൾട്ടാക് സോളാർ പവർ ജനറേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് മൂവിങ് പാർട്സ് ഒന്നുമില്ല. ഓക്കെ, നോ ഫ്ലൂയിഡ്, നോ ഹീറ്റ് എൻജിൻ, പിന്നെ ടെക്നിക്കലി ആൻഡ് എക്കണോമിക്കലി വയബിൾ ദാൻ അതർ ടെക്നോളജീസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സോളാർ സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, പാനലിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 വർഷമാണ്. ബിക്കോസ് ഡ്യൂ ടു വെതർ കണ്ടീഷൻസ് ആൻഡ് എക്സ്പോഷർ ടു ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇത് ഡിറ്റീരിയറേറ്റ് ചെയ്തു പോകും. ഓക്കെ, അപ്പം ഇൻ ജനറൽ നമുക്ക് എല്ലാ രീതിയിലുള്ള സോളാർ എനർജിയും വെച്ചിട്ടുള്ള ടെക്നോളജീസിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോളാർ എനർജിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്, പൊല്യൂഷൻ ഇല്ല, നമുക്ക് പിന്നെ ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത, ഇലക്ട്രിസിറ്റി പവർ ഗ്രിഡ് ഒന്നും ഇല്ലാത്ത റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ഈ ഒരു സോളാർ എനർജി യൂസ് ചെയ്ത് പവർ കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ കാൽക്കുലേറ്റേഴ്സ്, പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഡിവൈസസ് എല്ലാം നമുക്ക് ഈ ഒരു സോളാർ പവർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ ഈ സോളാർ പവർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ്. ഇനി ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് നെക്സ്റ്റ് പേജിൽ. പിന്നെ മാത്രമല്ല നമുക്ക് ഈ സോളാർ പവർ എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററീസ് യൂസ് ചെയ്ത് ചാർജ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ സോളാർ പവർ. അപ്പം നമുക്കത് രാത്രിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോളാർ പവർ ജനറേറ്റ് ചെയ്യുന്നത് സണ്ണി ഡേയ്സിൽ മാത്രമേ നമുക്ക് ഈ സോളാർ പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ സോളാർ പാനൽസ് മാനുഫാക്ചർ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസാണ്. പിന്നെ നമ്മുടെ സോളാർ പവർ സ്റ്റേഷൻസ് അതും ഭയങ്കര എക്സ്പെൻസീവാണ് കമ്പയർഡ് ടു സിമിലർ സൈസ് ഓഫ് നമ്മുടെ സാധാരണ പവർ സ്റ്റേഷൻസ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അവരുടെ പവർ സ്റ്റേഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ മാത്രമല്ല ഈ സോളാർ പാനൽസ് വെക്കാനായിട്ട് ലാർജ് ഏരിയ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് ആ സണ്ണിൻ്റെ എനർജി നമുക്ക് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ ഇന്ത്യയിലെ സോളാർ പവർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യയിലെ സോളാർ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലോഞ്ച്ഡ് ഇൻ 2010. നമ്മൾ സോളാർ പവർ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ 2010-ലാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് സോളാർ എനർജി പ്രൊഡ്യൂസറാണ്. ഓക്കെ, പിന്നെ നാഷണൽ സോളാർ മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പം ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2022 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 1 lakh മെഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കും എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ സോളാർ മിഷൻ. ഓക്കെ, ഒരു 1 lakh
മെഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കും എന്നുള്ളതാണ് ഈ നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സോളാർ പാനൽ എന്ന് പറയുന്നത് നമ്മൾ ഈ സൺലൈറ്റിനെ കൊണ്ട് വെക്കുന്നത് അതിൻ്റെ ഹീറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല. സൺലൈറ്റ് വീണാൽ മാത്രമേ ആ സോളാർ പാനൽസ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സോളാർ പവർ എന്ന് പറയുന്നത് 2016 വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് $1 ബില്യൺ ആണ് ഓഫർ ചെയ്തത് സോളാർ ജനറേഷൻ പ്ലാൻസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. അവർ നമുക്ക് സപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞത് $1 ബില്യൺ ആണ്. അതാണ് നമ്മുടെ സോളാർ പവറിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ്. പിന്നെ CIAL, അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. വലിയൊരു വാർത്തയായിരുന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. അതായത് നമ്മുടെ വേൾഡിലെ തന്നെ ഫസ്റ്റ് എയർപോർട്ടാണ് എൻറ്റയർലി റൺ ബൈ സോളാർ പവർ. അതായത് എല്ലാ കാര്യങ്ങളും അവിടുത്തെ എല്ലാം സോളാർ പവറിലാണ് ഓടുന്നത്. ഓക്കെ, അവിടെ അവർ 45 acres ഓഫ് ലാൻഡിലാണ് ഈ ഒരു സോളാർ പാനൽസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, 12 megawatts ഓഫ് സോളാർ പവറാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 46,150 സോളാർ പാനൽസ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2015 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ദിവസം ഏകദേശം 50,000 to 60,000 യൂണിറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവർ KSEB ആയിട്ടാണ് ഒരു ഡീലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പവർ KSEBക്ക് കൊടുത്തിട്ട് അപ്പം രാത്രിയിലും ഇവർക്ക് പവർ ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ അതിനു വേണ്ടിയുള്ള സെറ്റപ്സ് ഉണ്ടാക്കി ഇവർക്ക് KSEBന്ന് രാത്രിയിലും അവർ പവർ കൊടുക്കും. അതായത് ഇത്രയും യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവരിങ്ങോട്ടത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് KSEB ആയിട്ടുള്ളൊരു ഡീല്. പിന്നെ ആനുവൽ ജനറേഷൻ എന്ന് പറയുന്നത് 18 മില്യൺ യൂണിറ്റ്സ് ആണ്. ഓക്കെ, 18 മില്യൺ യൂണിറ്റ്സ് ഓഫ് പവർ. ഈ 18 മില്യൺ യൂണിറ്റ്സ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കേണ്ടത് ഒരു 10,000 വീടുകൾക്ക് ഒരു വർഷം യൂസ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രിസിറ്റി, അതാണ് 18 മില്യൺ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത്രയും പവറാണ് ആനുവലി ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 18 മില്യൺ യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 3 lakh മെട്രിക് ടണ്ണോളം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇത്രയും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം അത്രയും കുറവ് വരുത്തുകയാണ് ഈ ഒരു സോളാർ പാനൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വലൻ ടു പ്ലാന്റിങ് ഓഫ് 3 മില്യൺ ട്രീസ്. ഓക്കെ, അപ്പം ഇത് വേൾഡിലേക്ക് തന്നെ ഉള്ളൊരു സസ്റ്റൈനബിൾ മെസ്സേജ് തന്നെയാണ് അല്ലേ. നമ്മൾ ഇങ്ങനത്തെ ഓരോന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്രേറ്റ് മൂവാണ്. അപ്പം വേൾഡിലെ തന്നെ ഒരു ഗ്രേറ്റ് മൂവാണ് നമ്മളുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓട്ടോമൈസേഷൻ ബൈ സോളാർ പവർ. ഓക്കെ, പിന്നെ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ എന്ന് വെച്ചാൽ എന്താണ്? സോളാർ പാനൽസ് വാട്ടർ ബോഡീസിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനാണ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലുകൾ ചൂടാവുന്നില്ല, കാരണം ഇത് വെള്ളത്തിലാണിത് വെച്ചേക്കുന്നത്. മാത്രമല്ല വാട്ടർ ബോഡീസിലുള്ള ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന വെള്ളത്തിൻ്റെ അളവും കുറവായിരിക്കും. ഓക്കെ, അതാണ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ. പിന്നെ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു എയർ കണ്ടീഷനിങ്ങിൻ്റെ കമ്പനി, ഒരു AC-യുടെ ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ IIT മദ്രാസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത ഒരു സോളാർ പവേർഡ് എയർ കണ്ടീഷണേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ സർദാർ സരോവർ കനാൽ പ്രോജക്റ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഒരു കനാൽ പ്രോജക്റ്റ് നേരത്തെ 2014 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് 2015 ഇത് 2014, അതിന് മുന്നേ ഉണ്ട്. അതായത് 35,000-ഓളം സോളാർ പാനൽസ് ആണ് ഈ ഒരു കനാലിലും നിരത്തിയേക്കുന്നത്. ഓക്കെ, അപ്പം അതുവഴി പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിന് ഏകദേശം $18.3 മില്യൺ ആണ് അയക്കുന്നത്. ഇത് ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 10 megawatts ആണ്. ഓക്കെ, $18.3 മില്യൺ. ഇതിൻ്റെ പവർ ജനറേഷൻ എന്ന് പറയുന്നത് 10 മെഗാവാട്ട് പവർ ജനറേഷനാണ് ഈ സർദാർ സരോവർ കനാൽ പ്രോജക്റ്റിന് ഉള്ളത്. പിന്നെ നമ്മുടെ ചെന്നൈ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് എയർപോർട്ട്. അപ്പോൾ ഇവിടെ 2018 മുതൽ അവർ 90% സോളാർ പവറിൽ റൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ,
അപ്പം ഇത്രയാണ് സോളാർ പവറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ സോളാർ പവറിൻ്റെ ഒരു ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ നമ്മുടെ ഏർത്തിൽ 300 ദിവസത്തിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആ ഒരു ഏരിയ. നിങ്ങൾ ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏർത്തിൻ്റെ പല ബാൻഡ്സ്, ഇക്വേറ്റർ, ആർട്ടിക് സോൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അത് ഏകദേശം നമ്മുടെ ഇക്വേറ്ററിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് വരും ഈ ഒരു റീജിയൻസ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമുക്ക് ഏകദേശം എന്താണ് വർഷത്തിൽ 300 ദിവസത്തിൽ കൂടുതൽ നമുക്ക് സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ഏരിയയിലെല്ലാം നമ്മുടെ ഈ സോളാർ പവർ ജനറേഷൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സസ്റ്റൈനബിലിറ്റിയിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഏകദേശം 122 കൺട്രീസാണ് ഈ ഒരു ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നല്ല രീതിയിലുള്ളൊരു സസ്റ്റൈനബിൾ റെവല്യൂഷൻ ആയിരിക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് സോളാറിൻ്റെത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഓരോന്നിൻ്റെ ആയിട്ട് പറയാം.